നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ രക്ഷക നീയാണെന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ മനസ്സിലെ പ്രശ്നങ്ങളെ അവിടെ അവസാനിക്കും. സമയത്തിനെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയില്ലല്ലോ സർ, അതുകൊണ്ട് പറഞ്ഞതാ. ഈ മുറിവിലൊക്കെ തേൻ പുരട്ടിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഞാൻ പോയി എടുത്തിട്ട് വരാം. കണ്ടോ, തേനീച്ച കുത്തിയുണ്ടായ മുറിവിന് തേൻ തന്നെയാണ് മരുന്നെന്ന് നീ ഇപ്പൊ പറഞ്ഞു. അതുപോലെ നീ കാരണം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് ശരിയാക്കാനുള്ള ശക്തി നിന്നിൽ തന്നെയുണ്ട്. നീ പറഞ്ഞതുപോലെ സമയം ശേഖരിച്ചു വയ്ക്കാൻ കഴിയില്ല. നീ വേഗം പോയി എടുത്തിട്ട് വാ. വിശാൽ സാറ് സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിക്കണം. സമയത്തിനെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയില്ലല്ലോ സർ, അതുകൊണ്ട് പറഞ്ഞതാ. ആ തേനീച്ചയും കൊണ്ടുവന്നവൻ എന്തൊക്കെ വീരവാദങ്ങളാ മുഴക്കിയത്. തേനീച്ചയെ തുറന്നുവിട്ട എല്ലാം കാലിയാകും, പാർവതി തേനീച്ചയുടെ കുത്തേറ്റ് മരിക്കും, എന്തൊക്കെയാ അയാള് പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? അവൾക്കൊരു ചുക്കും സംഭവിച്ചില്ല. പ്രതീക്ഷിച്ചത് മുഴുവൻ പാഴായി. അയാൾക്ക് കൊടുത്ത പണവും വേസ്റ്റായി. ഇത് വല്ലാത്ത ദുര്യോഗമായി പോയല്ലോ. ജാസ്മിൻ, ജാസ്മിൻ, ഇവിടെ എന്താ സംഭവിച്ചത്? തേനീച്ച പ്രയോഗം കൊണ്ട് ആ പാർവതിയുടെ കഥ കഴിയുന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവക്കൊരു കുഴപ്പം സംഭവിച്ചില്ലല്ലോ. തേനീച്ചയുടെ കുത്ത് മുഴുവനും ഏറ്റത് വിശാലിനും. ഹൗ ഡിഡ് ഹി സർവൈവ്? അത് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആ തേനീച്ചക്കാരനെ വിശാലിനെയും പാർവതിയും കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് മുങ്ങിയിരുന്നു. ഞാൻ എങ്ങാനും അവിടെ നിൽക്കുന്നത് അവര് കണ്ട എന്നെ സംശയിച്ചാലോ എന്ന് ഓർത്തിട്ടാ ഞാൻ മുങ്ങിയത്. അതുകൊണ്ട് എക്സാക്ട്ലി എന്താ അവിടെ നടന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ പണി പാളിപ്പോയി. ജാസ്മിൻ, അവളുടെ ആയുസിന് അപാര ബലമാണല്ലോ ജാസ്മിൻ. അങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാനൊന്നും ഞാൻ ഒരുക്കമല്ല. അവളെ, ആ പാർവതിയെ, അവളെ ഞാൻ നശിപ്പിച്ചിരിക്കും. അവളെ വെള്ള പുതപ്പിച്ച് ഞാൻ കിടത്തും. അതെന്റെ വാശിയ. അത് ഞാൻ നടത്തിയിരിക്കും. ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? വ്യക്തമായ പ്ലാനൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഇന്നവളെ ചിതയിലേക്ക് എടുക്കുമെന്നല്ലേ ഞാൻ കരുതിയത്. അത് പാളിപ്പോയില്ലേ. പെട്ടെന്നൊരു മാർഗം എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷേ പതിയിരുന്ന് ഞാൻ അവളെ കൊന്നിരിക്കും. ഇനി നീ ഒരു നീക്കം നടത്തുന്നുവെങ്കിൽ അത് പഴുതടച്ചാവണം. അടുത്ത അറ്റംപ്റ്റിൽ അവളുടെ ശവം വീണിരിക്കണം. ശവം വീണിരിക്കും. ആന്റി അത് കാത്തിരുന്ന് കണ്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.